ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വപ്നാസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ റെസിപ്പി തട്ടുകട സ്പെഷ്യൽ മുട്ടക്കലക്കിയാണ്. ഇതിന് കുറച്ച് 2 മുട്ടയും പിന്നെ കുറച്ച് ഇറച്ചിക്കറിയും ബാലൻസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 മുട്ട ഉടച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കലക്കാം. കലക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക, ഒരളവൊന്നുമില്ല. ഞാനൊരു സവാളയുടെ പകുതിയാണ് ചേർക്കുന്നത്. അതേമാതിരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് കലക്കിയിട്ട് വയ്ക്കുക. ഇപ്പോൾ ഇത് മുട്ട ഓംലേറ്റിൻ്റെ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് സ്പെഷ്യൽ ചേർക്കുന്നത്. ചിക്കൻ കറിയുടെ ഗ്രേവിയാണ് ഇത്. ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചതിൻ്റെ ബാലൻസാണ്. അപ്പോൾ അതിൽ നിന്ന് 2 തവിയോളം എടുത്ത് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം കലക്കി റെഡിയാക്കി വയ്ക്കുക. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. അതായത് ഇതിന് വേണ്ടിയിട്ട് ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട എടുത്ത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഫുള്ള് പരത്തി വിടുക ആദ്യം തന്നെ. അതിനുശേഷം ഉടനെ തന്നെ അത് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വടിച്ചെടുത്ത് സെൻറ്ററിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം. എല്ലാം ചേർത്ത് ഇങ്ങനെ സെൻറ്ററിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം. എന്നിട്ട് ഇത് ഹാഫ് ബോയിൽഡ് ആയിട്ടാണ് എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ഹാഫ് ബോയിൽഡ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വേവിച്ചിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ എല്ലാം ഇങ്ങനെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒന്നുകൂടി മറിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കലക്കി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ചിക്കൻ്റെ ഗ്രേവി ഒഴിച്ച് കൊടുക്കണം. ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഉഗ്രൻ ടേസ്റ്റായിട്ടുള്ള മുട്ടക്കലക്കി റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ കൊത്തു പൊറോട്ടയുടെ ഒരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ടുള്ളത്. ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻസിലൂടെ അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.